ചുവടുറപ്പിക്കാൻ ബി.ജെ.പി. തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പേ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ധാരണ. ശക്തനായ ഒരു നേതാവുണ്ടെങ്കിൽ സംഘടന ചട്ടക്കൂടുള്ള ഒരു പാർട്ടിയെ ഏതറ്റം വരെയും എത്തിക്കാനാകുമെന്ന് തെളിയിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ ലോകത്ത് സജീവമാക്കാൻ ചന്ദ്രശേഖറിന് കഴിഞ്ഞുവെന്നത് ചെറിയ കാര്യമല്ല. ചന്ദ്രശേഖറിന്റെ സംഘടനാ പാടവത്തിൽ കേരളത്തിൽ ചുവടുറപ്പിക്കാനൊരുങ്ങുകയാണ് ബി.ജെ.പി. കേരളത്തിൽ രാഷ്ട്രീയമായ എന്ത് തീരുമാനം കൈക്കൊള്ളാനുമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയാണ് ചന്ദ്രശേഖർ ഇവിടെ കാലുകുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തോളം അപ്പുറത്തുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ധാരണ പോലും വന്നിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഭാരതത്തിൽ ബി.ജെ.പിക്കല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കം നടത്താൻ കഴിയുമെന്ന് കരുതാനാവില്ല. കേരളത്തിലെ ബി.ജെ.പിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത നേതാവായി മാറുകയാണ് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര നേതൃത്വത്തിന്റെ പരസ്യമായ പിന്തുണയാണ് ഇതിന് പിന്നിൽ. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിക്കേണ്ട ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ കുറിച്ച് ഏകദേശ ധാരണയിൽ എത്തിയതായാണ് വിവരം. മുഖം നോക്കാതെ വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ടാണ് മണ്ഡലമടക്കം നിർണയിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രനെ കായംകുളത്തും കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്തും മത്സരിപ്പിച്ച് നേട്ടം കൊയ്യാനാണ് ബി.ജെ.പിയുടെ തീരുമാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയ നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. 11 മണ്ഡലങ്ങളിൽ ഒന്നാമതും 9 മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നേരത്തെ കണ്ടെത്തി മണ്ഡലങ്ങളിൽ സജീവമാകാൻ നിർദ്ദേശം നൽകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത്. തിരുവനന്തപുരത്ത് പാറശാലയിൽ മാത്രമാണ് 3ാം സ്ഥാനത്തായത്. തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒല്ലൂർ, മണലൂർ, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിലാണ് 1ാം സ്ഥാനത്തെത്തിയത്. ഇതെല്ലാം LDFന്റെ സീറ്റുകളാണ്. തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, വർക്കല, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ രണ്ടാമതെത്തി. മലമ്പുഴ, ഗുരുവായൂർ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി, റാന്നി, കോന്നി, ചാത്തന്നൂർ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, പാറശാല എന്നിവിടങ്ങളിൽ ചെറിയ വോട്ട് വ്യത്യാസത്തിനാണ് 3ാമതായത്. ഷോൺ ജോർജിനെ പൂഞ്ഞാറിൽ നിന്ന് മാറ്റി മറ്റൊരു തട്ടകത്തിലേക്ക് നീക്കാനും നിർദ്ദേശമുണ്ട്. അവസാന തീരുമാനമായിട്ടില്ലെങ്കിലും ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ധാരണയായിട്ടുണ്ടെന്നാണ് അറിയുന്നത്.